കോട്ടൂരിനെയും ജോസ് പുത്രിക്കയെയും രണ്ടാഴ്ച മുമ്പ് തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സിസ്റ്റർ സെഫിയെ ഇന്നാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ പ്രതി സിസ്റ്റർ സെഫിയാണ്. നടന്നുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രതികളെ കാണുന്നതിന് വൻ ജനക്കൂട്ടം, മാധ്യമപ്രവർത്തകരുടെയും ജനങ്ങളുടെയും വലിയൊരു കൂട്ടം തന്നെ സിജെഎം കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഫാദർ കോട്ടൂരാണ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഫാദർ തോമസ് കോട്ടൂരിനെയും ജോസ് പുത്രിക്കയെയും അറസ്റ്റ് ചെയ്തത്. ഫാദർ ജോസ് പുത്രിക്കലിന്റെ ദൃശ്യമാണ് കാണുന്നത്. ജനങ്ങൾ വളരെ വികാരപരമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. സ്വാഭാവികമായും 16 വർഷത്തെ അന്വേഷണം, പ്രതികളെ ഇനി പിടികൂടാൻ സാധ്യതയില്ല എന്നുവരെ നിഗമനങ്ങളിൽ എത്തിച്ചേർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 3 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണം. ഫാദർ ജോസ് പുത്രിക്കയിലെ കാറിലേക്ക് കയറ്റുന്നു. സിബിഐ കസ്റ്റഡിയിൽ 3 ഡിസംബർ 2 വരെയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഫാദർ തോമസ് കോട്ടൂർ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്ന് സിബിഐ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ അഭിഭാഷകരെ അനുവദിക്കണമെന്ന ആവശ്യം കോടതി സിജെഎം കോടതി തള്ളിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മാനസികവും ശാരീരികവുമായ പീഡനം പാടില്ല എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രതികൾക്ക് ആവശ്യമായ വൈദ്യപരിശോധന നടത്തണമെന്നും